എല്ലാവരും ഇല്ലേ? എല്ലാവരും എത്തിയോ? ഓക്കെ ഓക്കെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ ഓക്കെ. സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെയാണ് ഓക്കെയാണ്. യെസ്, നമ്മൾ ഇൻട്രൊഡക്ഷൻ സൈക്കോളജിയിലെ അടുത്ത പാർട്ട് തുടങ്ങാം കേട്ടോ. അതായത് ഏഴാമത്തെ യൂണിറ്റ്. ഏഴാമത്തെ യൂണിറ്റിന്റെ പേര് മെമ്മറി. മെമ്മറി എന്ന് പറയുമ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആൻഡ് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇഗ്നോന്റെ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൽ എന്തൊക്കെ കണ്ടൻസ് എന്ന് പഠിക്കണം. ഈ കണ്ടൻസ് മാത്രം പഠിച്ചാൽ നിങ്ങൾ, ഞാൻ ഈ പറയുന്ന ഈ കണ്ടൻസ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചതിൻ്റെ ഒരാവശ്യമില്ല. കാരണം ടെക്സ്റ്റ് ബുക്കിൽ പല ആവശ്യമില്ലാത്ത പല സംഗതികളുണ്ട്. അപ്പോൾ അതിനൊക്കെ എടുത്ത് ചുരുക്കിയിട്ട് ഏറ്റവും ചുരുക്കി ഉള്ള ഒരു സാധനമാണ് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഒരു ചാപ്റ്റർ പഠിച്ചുമ്പം ആ ചാപ്റ്ററിലെ മെയിൻ കണ്ടൻസ് എന്താണെന്ന് പഠിച്ചിരിക്കണം. ഇതിൽ ഇൻട്രൊഡക്ഷൻ ടു മെമ്മറി, പിന്നെ ടൈപ്സ് ഓഫ് മെമ്മറി, മോഡൽസ് ഓഫ് മെമ്മറി, പിന്നെ ഫോർഗെറ്റിംഗ് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ്, പിന്നെ മെമ്മറി എൻഹാൻസ്മെന്റ് സ്ട്രാറ്റജീസ്, അപ്ലിക്കേഷൻ ഓഫ് മെമ്മറി ഇൻ ഡെയിലി ലൈഫ്. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുള്ള ഒരു സാധനമാണ്. എല്ലാവരും ഇല്ലേ? സൗണ്ട് കേൾക്കില്ലേ? ഓക്കെ ഓക്കെ. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് മെമ്മറി? കുറേ കാലമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ മെമ്മറി 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 എന്ന്. എന്താ മെമ്മറി? പഴയകാല ഓർമ്മകൾ. പഴയകാല ഓർമ്മകൾ അല്ലേ? ആ ഒരു മെമ്മറി ആണല്ലേ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് യുവർ ബെസ്റ്റ് മെമ്മറി? നിങ്ങൾ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട, നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു മെമ്മറി എന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഓക്കെ, കോളേജ് ലൈഫ്. കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ്, ചൈൽഡ്ഹുഡ്, അതൊക്കെ തന്നെ. അതായത് ബ്രേക്കപ്പ്, അങ്ങനെ പല സംഗതികളുണ്ടല്ലേ? അപ്പൊ ഇതൊക്കെയാണ് മെമ്മറി എന്ന് പറഞ്ഞത്. ഞാനൊക്കെ ചെറുപ്പത്തില് സ്കൂളിൽ പഠിച്ച സമയത്ത് സ്കൂളിൽ മെമ്മറി ടെസ്റ്റുള്ള മത്സരം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. മെമ്മറി ടെസ്റ്റുള്ള മത്സരം. അതിൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ, അതായത് നമ്മളെ റൂമിലേക്കാണ് കയറ്റും. ആ റൂമിൽ എന്ത് ചെയ്യും, ടേബിളിൽ പല തരത്തിലുള്ള ഒരു 10-40 ഐറ്റംസ് ഉണ്ടാവും. പല സാധനങ്ങളും ഉണ്ടാവും. ചോക്ക്, പെന്ന്, പെൻസില്, ഡസ്റ്റർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 10-40 ഐറ്റംസ് ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ആ റൂമിലേക്കാണ് കയറ്റും. ആ റൂമിലേക്ക് കയറ്റി ഒരു 2-3 മിനിറ്റ് എന്ത് പറയും, നിങ്ങളൊന്ന് ഇതൊക്കെ നോക്കി ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാറ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ആ 2-3 മിനിറ്റിൽ പരമാവധി എന്തൊക്കെയാ ഇവിടെ ഉള്ളത് ഒക്കെ ഒരു വെത്തപ്പാടില് നമ്മൾ എന്താ പറയില്ല, ഹറി, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അങ്ങനെ എന്ത് ചെയ്യും, പെട്ടെന്ന് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും, ആ റൂം നമ്മൾ ഒഴിവാക്കി നമ്മളോട് വേറെ റൂമിലേക്ക് ഇരുത്തിട്ട് എന്ത് ചെയ്യും, ഒരു പേനും പേപ്പറും നിന്നിട്ട് ഒരു 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾ കണ്ട സാധനങ്ങളൊക്കെ എഴുതാൻ പറയും. അങ്ങനെ എഴുതി നമ്മളെ എത്ര ആലോചിച്ചാലും നമുക്കൊരു 10-15 ഇടയിലൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് മത്സരം കഴിയുന്നു. പിന്നെ നമ്മൾ കൂട്ടുകാരുടെ ഒക്കെ ചോദിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും ഞാൻ 25 എഴുതി, ഞാൻ 30 എഴുതി എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നിട്ട് നമ്മളിങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കി പറയും, എന്ത് മെമ്മറിയാണ് ചങ്ങായി ഞങ്ങൾക്ക്, അല്ലേ? ഇതൊക്കെയാണ് എന്താണ് മെമ്മറി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ മെമ്മറി എന്നതും ഓക്കെ അല്ലേ? കേൾക്കണില്ലേ? ഇനി നമുക്ക് സൈക്കോളജിയിൽ എന്താ മെമ്മറി നോക്കാം. ഓക്കെ, നമ്മളിപ്പം കാര്യമായിട്ട് സൈക്കോളജിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളാണല്ലോ. അപ്പം സൈക്കോളജിയിൽ എന്താണ് മെമ്മറി കാര്യങ്ങൾ നോക്കാം. മെമ്മറി എന്ന് പറഞ്ഞത് അതിന്റെ കീ ഡെഫിനിഷൻ ഉണ്ടോ, ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സാധനം. എന്തായാലും ഇമ്പോർട്ടൻറ്റ് ഈ കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അതായത് മെമ്മറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, മെമ്മറി ഈസ് ദ എബിലിറ്റി ടു എൻകോഡ്, സ്റ്റോർ ആൻഡ് റിട്രീവ് ഇൻഫർമേഷൻ വെൻ നീഡഡ്. എൻകോഡ്, സ്റ്റോർ ആൻഡ് റിട്രീവ്, ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഇമ്പോർട്ടൻറ്റ് ഇതെന്തായാലും എന്തായിരിക്കണം, ഓർമ്മയിലുണ്ടാവണം. നിങ്ങൾക്ക്
പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും, അങ്ങനെ പല പ്രാക്ടിക്കലിന് വൈവേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? വാട്ട് ഈസ് മെമ്മറി എന്നായിരിക്കും. ഇനി എക്സാമിൽ ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും ചോദ്യം? വാട്ട് ഈസ് മെമ്മറി ടൈപ്സ്, പിന്നെ എൻഹാൻസ്മെന്റ് ടെക്നിക്, അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ, മെമ്മറിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻ എഴുതണം. അതായത് എബിലിറ്റി ടു എൻകോഡ്, സ്റ്റോർ ആൻഡ് റിട്രീവ് ഇൻഫോർമേഷൻ വെൻ നീഡഡ്. ഇനി നമുക്ക് അതിന്റെ സ്റ്റേജസിലേക്ക് പോകാം. അതാണ് സ്റ്റേജസ്. ഒന്നാമത്തെ സ്റ്റേജ് ആണ് എന്ത്? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, എൻകോഡിങ്. എന്താണ് എൻകോഡിങ് എന്ന് പറഞ്ഞാൽ? പറയൂ. എൻകോഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഉള്ളിലേക്ക് എടുക്കുന്ന, അതായത് സെൻസറി, നമ്മൾ സെൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. എന്തൊക്കെയാ സെൻസറി സാധനങ്ങൾ? എന്തൊക്കെയാ? പഞ്ചേന്ദ്രിയങ്ങൾ 5 കാര്യങ്ങളുണ്ടല്ലോ. ആ മണത്തറിവ്, പറഞ്ഞോളി. രുചിച്ചറിവ്, തൊട്ടറിവ്, കണ്ടറിവ്, ഇങ്ങനത്തെ തുടങ്ങിയ 5 കാര്യങ്ങളുണ്ടല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ. ഇതിലൂടെ നമ്മൾ ഉള്ളിലേക്ക് സെൻസറി ആയിട്ട് നമ്മളെ ഉള്ളിലേക്ക് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? എൻകോഡിങ് എന്ന് പറയുന്നത്. ഇനി എൻകോഡ് കുറെ നമ്മൾ സെൻസറി ആയിട്ടുള്ള നമ്മളേക്ക് ഉള്ളിലേക്ക് കയറുന്ന ഇൻഫോർമേഷൻ ഒക്കെ എന്ത് ചെയ്യും? നമ്മൾക്ക് സ്റ്റോർ ചെയ്തെക്കാൻ സ്ഥലമാണ്. ആ ഒരു സ്റ്റേജ് ആണ് എന്ത്? രണ്ടാമത്തെ സ്റ്റേജ്, സ്റ്റോറേജ്. നമ്മളെ വീട്ടിലൊക്കെ എന്തുണ്ടാവും? സ്റ്റോർ റൂം ഉണ്ടാവില്ലേ? ഇപ്പൊ ഉണ്ടോ അറിയില്ല. പണ്ട് കാലത്തൊക്കെ സ്റ്റോർ റൂമൊക്കെ ഉണ്ടായി. ആ സ്റ്റോർ റൂമിലാണ് എന്ത്? നമ്മളെ വീട്ടിലേക്കുള്ള അടുക്കളേക്കുള്ള എല്ലാ സാധനങ്ങളും, അരി, പിന്നെ ബേക്കറി ഐറ്റംസ്, അല്ലേ? നമ്മൾക്ക് ചെറുപ്പത്തിൽ ഓർമ്മ ഉണ്ടോ? സ്റ്റോർ റൂമിൽ കയറി ബേക്കറി വെക്കണ. അതാണ് എന്ത്? ആ സ്റ്റോർ ചെയ്ത് വെക്കണം. നമ്മൾ എൻകോഡ് ചെയ്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ അടുത്തൊരു പ്രോസസ് എന്താണ്? നമ്മൾ എൻകോഡ് ചെയ്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടല്ലോ ബ്രെയിനിൽ. ഈ സ്റ്റോർ ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ച് ആവശ്യമുള്ള സമയത്ത് എടുക്കണം. അപ്പോഴല്ലേ ഇത് പ്രോസസ്സ് പൂർത്തിയാവുള്ളൂ. മറ്റേ കുറെ ഉള്ളിലേക്ക് കയറിയോണ്ട് എന്താവില്ല? പ്രോസസ്സ് പൂർത്തിയാവില്ല. അത് തിരിച്ച് നമ്മളിലേക്ക് വീണ്ടും റിട്രീവ് ചെയ്ത് വരുമ്പോഴാണ് എന്ത് ചെയ്യുക? നമുക്കിത് അതിനെക്കുറിച്ച് മെമ്മറി ആയിട്ട് രൂപപ്പെടുക. അപ്പൊ ഇതാട്ടോ ഇതിന്റെ സ്റ്റേജസ് ഓഫ് മെമ്മറി പ്രോസസ്സ്. ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അടുത്തതാണ് എന്ത്? ടൈപ്സ് ഓഫ് മെമ്മറി. 3 ടൈപ്പാണ് പ്രധാനമായിട്ടുള്ളൂ കേട്ടോ. പ്രധാനമായിട്ടും 3 ടൈപ്പ്. ഒന്ന് ഡിക്ലറേറ്റീവ് മെമ്മറി, ഇതിനെ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയും കേട്ടോ. രണ്ടാമത്തത് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി, മൂന്നാമത്തത് സെമാൻറ്റിക് മെമ്മറി. എക്സാമിന് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക പലപ്പോഴും, ടൈപ്സ് ഓഫ് മെമ്മറി, എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് മെമ്മറി. അങ്ങനെ ചോദ്യം വന്നാൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ടൈപ്സ് ഓഫ് മെമ്മറി എന്ന് ചോദ്യം വന്നാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ മെമ്മറിന്റെ ഡെഫിനിഷൻ എന്താണ്, നമുക്ക് മെമ്മറിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളോ അറിവുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതിക്കുക. പിന്നെ അടുത്ത പാരഗ്രാഫിൽ എന്ത് ചെയ്യുക? ടൈപ്സ് ഓഫ് മെമ്മറി എന്ന് ഹെഡിങ് ഇടുക. ഇങ്ങനെ ടൈപ്സ് ഓഫ് മെമ്മറി എന്ന് ഹെഡിങ് ഇട്ടിട്ട് ആദ്യം ഡിക്ലറേറ്റീവ് മെമ്മറി എഴുതുക. ഇങ്ങനെ ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ എന്തൊക്കെ ഇനി ഞാൻ പറയാൻ പോകുന്ന പല പോയിന്റുകൾ ഉണ്ടല്ലോ, അതൊക്കെ എഴുതിക്കുക. ഇതാണ് ഈ ഒരു പ്രോസസ്സാണ് എന്ത് ചെയ്ത് ഇഗ്നോന്റെ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാലോ, ആകെ നമുക്ക് 5 or 6 ഉത്തരം എഴുതാണ്ടാവുള്ളൂ. 20 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പം 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം 10 മാർക്കിൽ ഒന്നെങ്കിൽ 20 അല്ലെങ്കിൽ 10 ഈ മാർക്കിലുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പം എന്തായിരിക്കും? ഒരു 3-4 പേജ് എന്തായിരിക്കണം? ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടി വരും. അപ്പൊ ഈ പേജ് നിറക്കാനുള്ള കണ്ടന്റ് നമ്മുടെ അടുത്ത് വേണ്ടേ? ഈ പേജ് നിറക്കാനുള്ള കണ്ടന്റ് ആണ് എന്ത്? ഇങ്ങനെ എന്ത് ചോദ്യം, ഇപ്പൊ മെമ്മറിന്റെ ഭാഗത്തുനിന്ന് എന്ത് ചോദ്യം വന്നാലും ആദ്യം തന്നെ എന്ത് ചെയ്യുക? ആ ഡെഫിനിഷൻ എഴുതുക, പിന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതുക, പിന്നെ എന്താണ് ചോദ്യം വന്ന് ആ ചോദ്യത്തിന് ഹെഡിങ് ഒക്കെ വലുതാക്കി എഴുതുക. എന്നിട്ട് അതിൽ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക? അടിക്കടിക്ക് എഴുതുക. ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു ഇത് തന്നാട്ടോ. ഇനി എക്സാമിന്റെ സമയത്ത് എന്ത് ചെയ്യും? എക്സാമിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു സെഷൻ എന്തായാലും വെക്കുന്നുണ്ട്. എങ്ങനെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക ഈ എക്സാമിൽ നമുക്ക് മാർക്ക് വാങ്ങാന്നുള്ള സംഭവം. ഒരു പണിയില്ല, വളരെ ട്രിക്കി ആയിട്ടുള്ള, നമുക്ക് ഒന്ന് ട്രിക്കി ആയിട്ടുള്ള ഒരു നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സിമ്പിൾ ആയിട്ട് നമുക്ക് കൂടുതൽ മാർക്ക് വാങ്ങാം. ഓക്കെ,
അപ്പോൾ 3 മെമ്മറികളത്. ഒന്ന് ഡിക്ലറേറ്റീവ് മെമ്മറി, നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി, സെമാൻറ്റിക് മെമ്മറി. ഇതിൽ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ലറേറ്റീവ് അതായത് എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയാം. ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മെമ്മറി. മറ്റൊരാൾക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന മെമ്മറിക്കാണ് എന്ത് പറയാ, എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എക്സ്പ്ലിസിറ്റ് എന്ന വാക്കുണ്ടല്ലോ, ആ വാക്കിൽ തന്നെ എക്സ് എന്നുള്ള ആ വാക്കിൽ തന്നെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ടു അതർ എന്നൊരു കാര്യം എപ്പോഴും എന്ത് ചെയ്യണം, നമ്മളെ മെമ്മറിയിൽ ഉണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് നമ്മൾ കോൺഷ്യസിൽ റീകോൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് 2 തരത്തിലാണ്. സെമാൻറ്റിക് മെമ്മറി ഉണ്ട്, എപ്പിസോഡിക് മെമ്മറി ഉണ്ട്. ഇപ്പൊ സെമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ, നോളജ് ഓഫ് ഫാക്ട്സ് ആൻഡ് കോൺസെപ്റ്റ്. അപ്പൊ ചോദിക്കാണ്, ഹു ഈസ് എന്താ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, ഹു ഈസ് കേരള മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, പിന്നെ അമേരിക്കൻ്റെ പ്രസിഡന്റ് ആരാ, പിന്നെ അങ്ങനെ തുടങ്ങിയ ഇതുണ്ടല്ലോ, നോളജ് ഫാക്ട്സ്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം കുറെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ, പഠിച്ചു വെച്ച ഫാക്ട്സുകളായിരിക്കും. ഈ ഫാക്ട്സുകളെ എന്ത് ചെയ്യും, റീകോൾ ചെയ്യാൻ കഴിയുന്ന ഒരു മെമ്മറിയാണ് ഇത് ഇതെല്ലാവർക്കും ഇത് ഏകദേശം ഫാക്ട്സുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കോമൺ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ എപ്പിസോഡിക് മെമ്മറി, അതായത് നമ്മളെ സ്വന്തം ലൈഫിൽ ഉണ്ടാവുന്ന ഇവൻസുകളാണ്. ഇത് നമുക്ക് മാത്രമേ എപ്പിസോഡിക് മെമ്മറി ഉണ്ടാവുള്ളൂ. അതായത് നമ്മളെ സ്വന്തം ലൈഫിൽ നടന്ന പല സംഭവങ്ങളും, ആ കാര്യങ്ങളാണ് എന്ത് ചെയ്ത് എപ്പിസോഡിക്. ഇപ്പൊ നിങ്ങളെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡിക് മെമ്മറി എന്തായിരിക്കും, നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവണേ, അത് നിങ്ങളെ മനസ്സിൽ ഇപ്പോഴും മായാത്ത പല ഓർമ്മകളും ഉണ്ടാവും അല്ലേ, അങ്ങനെ തുടങ്ങി പല ഓർമ്മകളില്ലേ, ആ ഓർമ്മകളാണ് എന്ത് എപ്പിസോഡിക് മെമ്മറി. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ടൈപ്പാണ് എന്ത്, ഇംപ്ലിസിറ്റ് മെമ്മറി. ഇതെന്ത് ചെയ്യും, അൺകോൺഷ്യസിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആദ്യം തന്നെ ലേൺ ചെയ്ത കാര്യങ്ങളായിരിക്കും. ഈ മെമ്മറി ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യാം, റിട്രീവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അൺകോൺഷ്യസിൽ ആദ്യം തന്നെ കയറ്റി വെച്ച കാര്യങ്ങളായിരിക്കും. ഇത് നമുക്ക് ബൈ ഡൂയിങ് എന്നും പറയാം. അതായത് ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ ബൈ ഡൂയിങ്, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. ആദ്യം പറഞ്ഞ എന്തായിരുന്നു, മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് കാണിച്ചു കൊടുക്കാൻ കഴിയും. അതിൽ പെട്ടതാണ് എന്ത്, പ്രൈമിങ്, കണ്ടീഷനിങ്, പ്രൊസീജറൽ മെമ്മറി എന്നീ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിൽ പ്രൈമിങ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പോസർ ടു എ സ്റ്റിമുലസ് ഇൻഫ്ലുവൻസസ് റെസ്പോൺസ് ടു എ ലേറ്റർ സ്റ്റിമുലസ്. അതായത് ഒരു ബെസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മളെ തലൻ്റെ ഉള്ളിൽ ഒരു ഹോസ്പിറ്റല് അല്ലേ, ഒരു ഹോസ്പിറ്റല്, സൂചി, അങ്ങനത്തെ അല്ലേ, സൂചി, ഇഞ്ചക്ഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ വരുന്നില്ലേ ഇല്ലേ. അങ്ങനത്തെ വേറെ എന്തൊക്കെ ഒരു ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാണ്. ചാറ്റ് ബോക്സിൽ വേറെ എന്തൊക്കെ ഇങ്ങനത്തെ തുടങ്ങിയ ഈ പ്രൈമിങ്ങിന് മറ്റൊരു ഉദാഹരണങ്ങൾ പറഞ്ഞാണ്. ഞാനൊന്ന് പറഞ്ഞത്, അതായത് നമുക്ക് നേഴ്സ് എന്ന് പറയുമ്പോൾ ഡോക്ടർ, ഇഞ്ചക്ഷന്, ഇങ്ങനെ പല തുടങ്ങിയിട്ടുള്ള ഹോസ്പിറ്റല്, ഇങ്ങനെ ഒരു ചിത്രം വരില്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരാം കേട്ടോ. ഈ പ്രൈമിങ്ങിന് നല്ലൊരു ഉദാഹരണങ്ങൾ എന്ത് ചെയ്യും, നാളെ കണ്ടെത്തി വരും. ഓക്കെ, നല്ലൊരു ഉദാഹരണം കേട്ടോ. ഓക്കെ, അടുത്തത് കണ്ടീഷനിങ്, അസോസിയേറ്റിംഗ് സ്റ്റിമുലി വിത്ത് റെസ്പോൺസസ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് കൃത്യസമയം ഉച്ചന്റെ വെള്ളടിച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് ഹങ്കർ വരില്ലേ. ഞാൻ എത്ര പള്ളയെ പയിച്ചില്ലെങ്കിലും ആ ബെല്ലടിച്ചാൽ എന്ത് ചെയ്യും, ഒരു ഹങ്കർ വരാനുണ്ടാവും. അതാണ് എന്ത്, ഇത് നമ്മൾ ആദ്യം ലേൺ ചെയ്ത നമ്മളെ മെമ്മറി ആയിട്ടുള്ള കാര്യമാണ്. അതെന്ത് ചെയ്യും, ആ ബെല്ലടിക്കലോട് കൂടി നമുക്ക് എന്ത് ചെയ്യും, ഇത് ബെല്ലടിക്കലോട് കൂടി നമുക്ക് വീണ്ടും റിട്രീവ് ആയി വരും. അൺകോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി കയറ്റി വെച്ച ഒരു കാര്യമായിരിക്കും അത്. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, കണ്ടീഷൻ ബൈ, അതായത് ഇവിടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ ബെല്ല് എന്ത് ചെയ്യും, ബെല്ല് ഫുഡായിട്ട് കണ്ടീഷൻ ചെയ്തു. ഓക്കെ,
ഇങ്ങനെ എന്ത് ചെയ്യും, റിട്രീവ് ചെയ്യാൻ കഴിയും. ഇനി അടുത്തത് പ്രൊസീജറൽ മെമ്മറി. ഇതെന്ന് പറഞ്ഞാല് നമ്മൾ നീന്താൻ പഠിച്ച്, ബൈക്ക് ഓടിച്ചാൻ പഠിച്ച്, കാർ ഓടിച്ചാൻ പഠിച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. നമ്മൾ ചെറുപ്പത്തിൽ 3-ാമത്തെ വയസ്സിൽ നീന്താൻ പഠിച്ച്, അല്ലെങ്കിൽ 3 വേണ്ട, നമ്മളൊരു 5-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു, നീന്താൻ പഠിച്ചു. പിന്നെ 50 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മളൊരു പുഴ കൊണ്ടുപോയിട്ടാൽ നമ്മൾ നീന്തൂലേ? നീന്താൻ അറിയില്ല നിൽക്കുമോ? 50 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മളെ പുഴ കൊണ്ടുപോയി വലിയൊരു തോട്ട് കൊണ്ടുപോയിട്ടാലും നമുക്ക് എന്ത് ചെയ്യും, നീന്താൻ കഴിയില്ലേ? ഒരു 10-ാം ക്ലാസ്സിൽ എന്ത് ചെയ്തു, കാർ ഓടിച്ചാൻ പഠിച്ചു. പിന്നെ കാർ ഓടിച്ചപ്പോഴാ പിന്നെ ദുബായിലൊക്കെ പോയി കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, കുറേ കാലം ശേഷം പിന്നെ എന്ത് ചെയ്യണേ, കാർ ഓടിച്ചു നോക്കണേ. ഇജിന്ന് കാർ ഓടിച്ചു തരണേ. അപ്പൊ എനിക്ക് കാർ ഓടിച്ചാൻ കഴിയില്ലാന്ന് പറയില്ല. കാർ ഓടിച്ചാൽ അറിയില്ലാന്ന്, ഞാൻ പഠിച്ചില്ല എന്ന് പറയില്ല. കേൾക്കണില്ലേ? ആ പിന്നീട് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കായി എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, കാർ ഓടിക്കും. ഈ ഒരു സ്കില്ലുണ്ടല്ലോ, ഈ ഒരു സ്കില്ലിനാണ് എന്ത് പ്രൊസീജറൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്തൊക്കെ, സെമാൻറ്റിക് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി. ഇംപ്ലിസിറ്റിലോ പ്രൈമിങ്, കണ്ടീഷനിങ്, പ്രൊസീജറൽ മെമ്മറി. ഇനി അടുത്തതാണ് എന്ത് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. സെൻസറി മെമ്മറി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മൾ ഉള്ളിലേക്ക് സെൻസ് ചെയ്യുന്ന സെൻസറി ഓർഗൻസിലൂടെ ഉള്ളിലേക്ക് കയറുന്ന ഇൻഫോർമേഷൻ, ആ കാര്യങ്ങളാണ് എന്ത് പറയുന്നത്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഐക്കോണിക് മെമ്മറി, എക്കോയിക് മെമ്മറി, ഇത് മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ബാക്കി 3 സെൻസറി കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ബുക്കിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു വിഷ്വൽ ഐക്കോണിക് മെമ്മറിയും എക്കോയിക് മെമ്മറിയും പറയുന്നു. അതായത് ഐക്കോണിക് മെമ്മറി എന്ന് പറഞ്ഞത് വിഷ്വലാണ്, എക്കോയിക് മെമ്മറി എന്ന് പറഞ്ഞത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, ഒക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ? നിങ്ങൾ എല്ലാവരും എഴുതി വെക്കില്ലേ? ഞാൻ പറയുന്ന ഈ പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണ്ട. ഞാൻ പറയുന്ന ഈ പോയിന്റും പിന്നെ ജസ്റ്റ് ഒരു ഉദാഹരണവും, ആ പറയുന്ന പോയിന്റിന്റെ ഒരു ഉദാഹരണവും മാത്രം എന്ത് ചെയ്യുക, നമ്മളെ മൈൻഡിൽ ഉണ്ടായാൽ മതി. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, എക്സാമിന് കയറി മാർക്ക് വാങ്ങണം. ആ ഒരു പോയിന്റിൽ അടിച്ച് ചെയ്ത് തന്നെ, അതിൽ വേറെ എക്സ്ക്യൂസ് ഒന്നും ഇല്ല. ഓക്കെ, നിങ്ങൾ കുറേ ആ പുസ്തകം ഫുള്ള് വായിക്കൊന്നും വേണ്ട. നമ്മുടെ അടുത്തുള്ള കീ പോയിന്റ് എഴുതുക, അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്നുള്ള കത്ത് ചെയ്ത് വെക്കുക, പിന്നെ അടുത്ത പോയിന്റ് എഴുതി വെക്കുക. അങ്ങനെ ഒരു 3-4 പേജ് എണ്ണം ഇറക്കുക. ഇത്രയേ ഉള്ളൂ ഇഗ്നോന്റെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോകട്ടോ. എല്ലാവരും എഴുതിക്കണില്ലേ? ഓക്കെ, എഴുതി വെക്കട്ടോ. വീണ്ടും പറയുന്നു, ഈ പോയിന്റ് മാത്രങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ. ഇനി അടുത്തത് മോഡൽസ് ഓഫ് മെമ്മറി. ഇനി ആ ഒരു പാർട്ട് കഴിഞ്ഞിട്ടോ, ഇനി അടുത്തൊരു പാർട്ടിലേക്ക് വരികയാണ്, മോഡൽസ് ഓഫ് മെമ്മറി. മെമ്മറിയിൽ പ്രധാനപ്പെട്ട ഒരു തിയറി കൊണ്ടുവന്ന ആളാണ് എന്ത്, അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആളാട്ടോ, അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ. മെമ്മറിയിൽ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ തന്ന ഒരു മഹൽ വ്യക്തിത്വം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. 1968. ഓക്കെ, ഇതാണ് എന്ത് ട്രഡീഷണൽ മോഡൽ എന്ന് പറയുന്നത്. ഇങ്ങനെ വരാം, അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡൽ എന്ന് അങ്ങനെയൊക്കെ പറയട്ടോ. ഈ ഒരു അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ പറയാനുള്ളത്, അറ്റ്കിൻസൺ ഷിഫ്രിൻ എന്ത് ചെയ്തു, 3 സ്റ്റേജ് ആക്കി. എന്ത് മെമ്മറി 3 സ്റ്റേജ് ആക്കി. ഓക്കെ, ആ ഒരു പ്രോസസ്സ് 3 സ്റ്റേജ് ആക്കി. നമ്മൾ നേരത്തെ 3 സ്റ്റേജ് പറഞ്ഞു കേട്ടോ. അതും ഇതായിട്ട് എന്ത് ചെയ്യരുത്. ഓക്കെ, എന്തൊക്കെയാണ് 3 സ്റ്റേജ്? ഒന്ന് സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി. ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി. അതിൽ കാര്യമായിട്ട് പഠിച്ചാൽ അതിൻ്റെ ഡ്യൂറേഷനാണ്, എത്ര സമയമാണ്. ഓക്കെ, സെൻസറി മെമ്മറിയിൽ എത്ര സമയമാണ് നിൽക്കുക, ഷോർട്ട് ടൈം മെമ്മറിയിൽ എത്ര സമയമാണ് നിൽക്കുക, ലോങ് ടൈം മെമ്മറിയിലും എത്ര സമയം, എത്ര കപ്പാസിറ്റി, എത്ര ഡ്യൂറേഷൻ, ഓക്കെ, ഇത് നിൽക്കുക എന്നാണ് അറ്റ്കിൻസൺ ഷിഫ്രിൻ പറയുന്നത്.
അതിൽ സെൻസറി മെമ്മറിയിൽ എന്ത് ചെയ്തു, അത് ബ്രീഫ് സ്റ്റോറേജ് കയറാം. അതായത് നമുക്കാണ് കാണുന്ന സമയമുള്ളൂ, കേൾക്കുന്ന സമയമുള്ളൂ. 1 to 3 സെക്കൻഡ് 3 സെക്കൻഡ് 3 സെക്കൻഡ് ഒന്നും ഉണ്ടാവില്ല. ഒരു 1 to 2 സെക്കൻഡ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പൊതുവെ. ഓക്കെ. രണ്ടാമത്തെ ഷോർട്ട് ടൈം മെമ്മറിയിൽ എന്ത് ചെയ്യും, 15 മുതൽ 30 സെക്കൻഡ് വരെ എന്ത് ചെയ്യും, നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിയും മെമ്മറി. 15 മുതൽ 30, ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. 15 മുതൽ 30 വരെ. ഇതൊന്നും ഇത് അറ്റ്കിൻസൺ ഷിഫ്രിന്റെ തിയറി കേട്ടോ. ഓക്കെ, ഇത്ര സെക്കൻഡ് നിൽക്കുള്ളൂ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ മൂന്നാമത്തത് ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറിയിലേക്ക് ഒരു കാര്യം, ഒരു ഇൻഫോർമേഷൻ കയറി കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും, അത് ലൈഫ് ടൈം ആയിട്ട് അവിടെ ഉണ്ടാവും. ഓക്കെ, അത് ലൈഫ് ടൈം ആയിട്ട് അവിടെ ഉണ്ടാവും എന്നാണ് എന്ത് അറ്റ്കിൻസൺ ഷിഫ്രി മോഡലിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത തിയറി കേട്ടോ. ഇത്ര പഠിച്ചാൽ മതി, ഇതിൽ ഇത്രേ പഠിക്കാനുള്ളൂ. അതായത് കാര്യമായിട്ട് അതിൻ്റെ ആ സ്റ്റോറേജിൻ്റെ ആ ടൈം. ഓക്കെ, ഇനി അടുത്ത മോഡൽ എന്ത്, ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് മോഡൽ. ക്രൈക്ക് ആൻഡ് ടെൽവിങ് 1975 ഉണ്ടാക്കിയ ഒരു മോഡൽ. ഓക്കെ, ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡൽ. അതായത് രണ്ട് സിമ്പിൾ സാധനം, വളരെ സിമ്പിൾ സാധനം കേട്ടോ. 2 ലെവലിലൂടെയാണ് എന്ത് ചെയ്ത് ലോങ് ടൈം മെമ്മറിയിലേക്ക് നമ്മളെ ഇൻഫോർമേഷൻ എത്തുകയാണ്. അതായത് ഷാലോയിങ് പ്രോസസ്സ്, ഡീ പ്രോസസ്സിങ്. ഈ 2 കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യും, ഈ 2 കാര്യങ്ങൾ ഇതിൻ്റെ ലെവൽ ഓഫ് പ്രോസസ്സിങ് ആണ് എന്ത് നമ്മളെ എന്തിലേക്ക് ചെയ്യുക, പറയ് ലോങ് ടൈം മെമ്മറിയിലേക്ക് എത്തിക്കുക. എന്താണ് ഷാലോ പ്രോസസ്സിങ്? ഫോക്കസ് ഓൺ സർഫേസ് ഫീച്ചർ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർഫേസിലേക്ക് മാത്രം നോക്കുക. ഇപ്പം പേന എന്ന് പറഞ്ഞാൽ, ഓക്കെ, വേറൊരു ഉദാഹരണം പറയാം. നമ്മളെ മൊബൈലിക്ക് വേറൊരു നല്ലൊരു ഉദാഹരണം. നമ്മുടെ മൊബൈലിക്ക് ഒരു OTP വരുന്നു, അല്ലെങ്കിൽ OTP വേണ്ട. അതായത് നമ്മൾ ഒരു കാര്യം എന്ത് ചെയ്യുന്നു, ഇപ്പം മൊബൈൽ ഫോൺ. ഓക്കെ, മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞത് നമ്മൾ ഒറ്റ നോട്ടത്തിലല്ലേ ഉള്ളൂ. അതിൻ്റെ ഒരു കളറ് ഒറ്റ നോട്ടം. ഓക്കെ, മനസ്സിലായില്ലേ? ഫോക്കസ് ഓൺ സർഫേസ് ഓഫ് ഫ്യൂച്ചർ. ആ ഫ്യൂച്ചറിൻ്റെ മുകൾ ആ ഒരു കാര്യം മാത്രം നോക്കുക. ഇനി അടുത്ത എന്ത് ചെയ്യുന്നു, ഡീ പ്രോസസ്സിങ്. ഈ ഡീ പ്രോസസ്സിങ്ങിലൂടെ ആയിരിക്കും എന്ത് ചെയ്ത് നമ്മളെ ലോങ് ടൈം മെമ്മറിക്ക് കൂടുതൽ സഹായം നൽകുക. അതായത് ഒരു കാര്യത്തെ നല്ല മീനിങ് കൊടുത്ത് നല്ല മീനിങ്ങിലൂടെ പഠിക്കുക. ഇപ്പം ഞാൻ രണ്ടിനും കൂടി ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്കൂളിൽ പഠിക്കാതിരിക്കൂലേ, പരീക്ഷയ്ക്ക് എക്സാമിന് പഠിക്കാതിരിക്കൂലേ, ആ സമയത്ത് നമ്മൾ പഠിക്കാതിരിക്കണ സമയത്ത് നമ്മൾ ജസ്റ്റ് പുസ്തകം വായിക്കാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് പുസ്തകം മാത്രം ഇങ്ങനെ വായിക്കാണ്. ഒരാളങ്ങനെ ജസ്റ്റ് പുസ്തകം മാത്രം ഇങ്ങനെ വായിച്ചു പോയി. പക്ഷെ ഇതാണെന്ത് ഷാലോ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഇങ്ങനെ പുസ്തകം ഇങ്ങനെ മാത്രം വായിച്ചു പോയി. ഓക്കെ, ഇനി ഡീ പ്രോസസ്സിംഗ് പറയുമ്പോൾ ആ പുസ്തകം വായിക്കലോടുകൂടി അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, ആ കോൺസെപ്റ്റിന് എന്ത് ചെയ്യും, നമ്മളെ ലൈഫിൽ നടന്ന പേഴ്സണൽ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും, അസോസിയേറ്റ് ചെയ്ത് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ നല്ല ഓർമ്മ ഉണ്ടാവില്ലേ? പണ്ടൊക്കെ എക്സാമിന് പോകുമ്പോഴേ ഒക്കെ പഠിച്ചു പോയി എക്സാം ഹാളിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും ഓർമ്മ ഉണ്ടാവില്ല. എക്സാം എഴുതുമ്പോൾ എന്ത് ചെയ്യില്ല, ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിച്ചില്ലേ? ഒക്കെ പഠിച്ചു പോയിട്ടുണ്ടാവും, കറക്റ്റ് തലേ ദിവസം കറക്റ്റ് പഠിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ എക്സാം ഹാളിൽ എത്തുമ്പോൾ എന്താ സംഭവിച്ചത്, എത്ര ആലോചിച്ചിട്ട് എന്ത് ചെയ്യില്ല, അത് കിട്ടണില്ല. എന്താണ്ടാ ഷാലിംഗ് പ്രോസസ്സിങ് അവിടെ നടന്നത്. നമ്മളൊരു ഷാലിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടാണ് എന്ത് ചെയ്ത്. പിന്നെ എക്സാം ഹാൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എവിടുന്നാ വന്നില്ല, എല്ലായിടത്തും ആ കാര്യങ്ങൾ എന്ത് ചെയ്യും, എല്ലാം നമ്മൾ എന്ത് ചെയ്യും, മൈൻഡിലുണ്ടാവും, പിന്നെ തിരിച്ചു വരും. ഓക്കെ, ഇനി അടുത്താണ് എന്ത്, ഞാൻ പറഞ്ഞില്ല ഡീ പ്രോസസ്സിങ്. ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നല്ല ഉദാഹരണങ്ങളൊക്കെ വെച്ച് ഓരോ കാര്യങ്ങളും വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഉദാഹരണങ്ങളും അത് നമ്മൾ അസോസിയേറ്റും
ഒക്കെ വെച്ച് കണക്റ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, റിട്രീവ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു കാര്യമാണ് എന്ത് പറയുന്നത്, ടൾവിങ് ആൻഡ് ക്രൈക്ക് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത മോഡൽ. ഓക്കെ, കേൾക്കുന്നില്ലേ? ബ്രേക്ക് വേണോ? ഓക്കെ, മോഡൽസ് ഓഫ് മെമ്മറി അടുത്തിട്ടോ. വർക്കിംഗ് മെമ്മറി. ഈ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് ഷോർട്ട് ടേം മെമ്മറി എന്നും പറയാം. നമുക്ക് എന്ത്, ഇപ്പോൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പറയാം. ഷോർട്ട് ടേം മെമ്മറിന്റെ പല സ്ഥലത്തും റെഫർ ചെയ്യുമ്പോൾ കണ്ടാണ് ഷോർട്ട് ടേം മെമ്മറിന്റെ മറ്റൊരു പേരാണ് എന്ത്, വർക്കിംഗ് മെമ്മറി എന്നുള്ളത്. ഇവിടെ നമുക്ക് ഷോർട്ട് ടൈം മെമ്മറി എന്താ പറയുന്നത്, ജസ്റ്റ് ആ സമയമല്ലേ, ഒരു 30 സെക്കൻഡ് വരെ ഒക്കെ നമുക്ക് ഇൻഫോർമേഷൻ ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിയും എന്നുള്ള. പക്ഷെ ഇവിടെ എന്താണ് അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് വർക്കിംഗ് മെമ്മറി എന്ന് പറയുമ്പോൾ? അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ആക്റ്റീവ് ആൻഡ് ഡൈനാമിക് പ്രോസസ്സ് നടക്കുന്നതാണ്. ആ സ്റ്റോറേജ് ഹോൾഡിംഗ് പ്രോസസ്സ് മാത്രമല്ല, അതിന് പുറമെ എന്ത് ചെയ്യും, ആക്റ്റീവ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള പ്രോസസ്സ് ഒരേ സമയം ആ ഒരു സമയത്ത് നടക്കുമെന്നാണ് എന്ത്, ഈ ഒരു വർക്കിംഗ് മെമ്മറി മോഡലിൽ ബാഡ്ലി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ മൂപ്പർ എന്ത് ചെയ്തു, 4 ടൈപ്സിൽ കമ്പോണൻ്റ് ആക്കി തിരിച്ചിട്ടുണ്ടത്. ഒന്ന് സെൻട്രൽ എക്സിക്യൂട്ടീവ്, 2 ഫോനോളജിക്കൽ ലൂപ്പ്, വിഷ്വോ സ്പേഷ്യൽ സ്കെച്ച് പാഡ്, എപ്പിസോഡിക് ബഫർ. ഇങ്ങനെ 4 തിരിച്ചാണ്. ഒന്ന് സെൻട്രൽ എക്സിക്യൂട്ടീവ്, അതായത് ഇതാണ് ദ ഡയറക്ടർ എന്നൊക്കെ അറിയപ്പെടും. അതായത് ഡയറക്ട്സ് അറ്റൻഷൻ ആൻഡ് മാനേജ് കോഗ്നിറ്റീവ് ടാസ്ക്. അതായത് കോഗ്നിറ്റീവ് ടാസ്കിന് എന്ത് ചെയ്യും, മാനേജ് ചെയ്യും. അതേ സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കാർ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരേ സമയം എന്ത് ചെയ്യും, എന്തൊക്കെയാണ് നമ്മൾ പല പ്രോസസ്സും നടക്കില്ലേ? എന്തൊക്കെയാണ് നടക്കണേ? ഗിയർ മാറ്റേണ്ടി വരും, ക്ലച്ച് ചവിട്ടേണ്ടി വരും, ബ്രേക്ക് ചവിട്ടേണ്ടി വരും, പാട്ട് അപ്പുറത്ത് കേൾക്കുന്നുണ്ടാവും, പാട്ട് നമ്മൾ സമയത്ത് ആ സമയം പാടുണ്ടാവും, ബാക്കിൽ നിന്ന് നമ്മളോട് സംസാരിക്കണ ആളോട് മറുപടി പറയുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഒരേ സമയം നടക്കില്ലേ? ഈ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് പീരീഡിൽ നടക്കുന്നില്ലേ? അതാണ്, ഇതിനാണ് എന്ത് സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തത് ഫോനോളജിക്കൽ ലൂപ്പ്, സ്റ്റോർസ് ആൻഡ് പ്രോസസ് സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇൻഫോർമേഷൻ. അതായത് ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു OTP വരാണ് ഫോണിക്ക്. OTP വരുന്ന സമയത്ത് സപ്പോസ് ഫോണിൽ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എനിക്കൊക്കെ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു ഒരു OTP ഫോണിക്ക് വന്നാൽ നമ്മളെന്ത് ചെയ്യും, 68 98 48 നമ്മൾ ആദ്യം കണ്ടുണ്ടാവും. അത് പിന്നെ ഇങ്ങനെ നമ്മൾ മെസ്സേജിൽ പോയിട്ട് കണ്ട് പിന്നെന്ത് ചെയ്യും, നമുക്ക് ഇത് ടൈപ്പ് ചെയ്യേണ്ട അവിടെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ആദ്യത്തെ 2 നമ്മളിങ്ങനെ പറഞ്ഞിട്ടോ 98 48 ഇത്ര ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല. അതായത് ഈ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവിടെ പോകുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുക, പിന്നെ അവസാനത്തെ രണ്ടക്ഷരം 2 നമ്പർ മറന്നുണ്ടാവും. അതാണ്. അപ്പോൾ റിപ്പീറ്റിംഗ് ഇതിൻ്റെ ഒരു ഉദാഹരണം കേട്ടോ, റിപ്പീറ്റിംഗ് എ ഫോൺ നമ്പർ ഇൻ യുവർ ഹെഡ് ബിഫോർ റൈറ്റിംഗ് ഡൗൺ. ഓക്കെ, ഇനി അടുത്ത് വിഷ്വോ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. വിഷ്വോ സ്പേഷ്യൽ സ്കെച്ച് പാഡിൽ പറയുന്നത് എന്താ പറയുക, സ്റ്റോർസ് ആൻഡ് പ്രോസസ് വിഷ്വൽ ഇമേജസ് ആൻഡ് സ്പേഷ്യൽ ഇൻഫോർമേഷൻ. അതെ, നമ്മൾ വിഷ്വൽ ഇമേജിലൂടെ എന്ത് ചെയ്യാം, വിഷ്വൽ ഇമേജിലൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഒരു ഉദാഹരണത്തിന് നമ്മൾ പീടികയിലൊക്കെ പോയാൽ പീടികന്ന് 1 കിലോ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ആൾക്ക് പഞ്ചസാര ഇവിടെ വെച്ചെന്ന് ആർക്കറിയും, ആൾ കറക്റ്റ് അവിടെ പഞ്ചസാരൻ്റെ അവിടെ പോകും. പിന്നെ മുളക് അറിയുമ്പോൾ അവിടെ പോകും. പിന്നെ പാല് അറിയുമ്പം അതൊക്കെ എവിടെയൊക്കെ വെച്ചെന്ന് കറക്റ്റ് ആൾക്കറിയും, ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ സ്പേസിൽ. പിന്നെ മല്ലിപ്പൊടി വരുമ്പോൾ കുറേ മുകളിൽ നിന്ന് എടുത്തു തരും.